ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ കോൺഗ്രസും മാധ്യമങ്ങളും പ്രചരണ ആയുധമാക്കിയ മറിയക്കുട്ടി ബിജെപിയിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളുടെ അവഗണന കാരണമാണ് താൻ ബിജെപിയിൽ ചേർന്നതെന്ന് മറിയക്കുട്ടിയുടെ പ്രതികരണം. മറിയക്കുട്ടിക്കായി വീട് പണിത് നൽകിയ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇതോടെ വെട്ടിലായി. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ രാഷ്ട്രീയ ആയുധമാക്കി അന്ന് കോൺഗ്രസും മാധ്യമങ്ങളും. മറിയക്കുട്ടിയെ പിച്ചച്ചട്ടിയുമായി തെരുവിലിറക്കി ചാനൽ ചർച്ചകളിലിരുത്തി സർക്കാരിനെതിരെ പ്രചരണം നടത്തി. KPCC മറിയക്കുട്ടിക്ക് വീട് വച്ച് നൽകി. താക്കോൽ അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരൻ നേരിട്ടെത്തി കൈമാറി. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞില്ല. കോൺഗ്രസ് നേതാക്കളെ വെട്ടിലാക്കി മറിയക്കുട്ടി BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. അന്ന് മറിയക്കുട്ടിയെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാക്കൾ ഇന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്നോട് ഒരാളൊരു ഓർമ്മിക്കുന്നത്, വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി, നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി. അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തു. ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാണ് വന്നത്. അവസാനം വീടിൻ്റെ ഉടമ ആ പാർട്ടി ചേർന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ അവർ 88 വയസ്സുള്ള അവരൊരു പാർട്ടി ചേർന്ന് ഞങ്ങളെന്താ കമൻറ്റ് പറയണം? അല്ലല്ല, അതായിരിക്കും അവർ. എനിക്കറിയില്ല, ഞാനിങ്ങനെ പത്രവാർത്ത കണ്ട്, എനിക്കറിയില്ല. അവർ കൂടുതൽ മേച്ചിൽ പുറം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ചേരാൻ അവർക്ക് പാർട്ടികളൊന്നും ഇപ്പോൾ ബാക്കിയില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ നിൽക്കുന്ന വിചാരിക്കുക. കോൺഗ്രസ് നേതാക്കളുടെ അവഗണന കാരണമാണ് താൻ BJPയിൽ ചേർന്നതെന്നാണ് മറിയക്കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രതികരണം. മാത്രമല്ല, BJPയിൽ ചേർന്ന മറിയക്കുട്ടി സണ്ണി ജോസഫിന് മറുപടിയും നൽകി. കോൺഗ്രസ് പൂച്ചല്ല, വലിയ പട്ടിണി വന്നിട്ടുണ്ട്. ഇവിടുത്തെ വലിയ സോമരാജ്, ഇവിടെ തന്നെ കുടുംബം അടിമാലിലെ സോമരാജ്, എത്ര കുടുംബം ഇല്ലാതെയാക്കിയ സോമരാജെന്നറിയാവോ? അതൊക്കെ എനിക്കറിയാം. അറിയാൻ പാടില്ലാത്ത ദൃഷ്ടിരുവരുന്നത് അറിയാൻ പാടില്ലാത്ത മനസ്സിലാക്കാൻ ഞാൻ ഇറപ്പത് പ്രാവശ്യം. ഒരു പൂച്ചയല്ലാതെ എൻ്റെ വീട്ടിൽ ഒരു പൂച്ചയായി, കോൺഗ്രസിൻ്റെ ഓഫീസിൽ 10 പൂച്ചയായി, ഇഷ്ടംപോലെ പൂച്ചയായി. കേന്ദ്ര അവഗണന കാരണം കേരളം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി. ഇടക്കാലത്ത് ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക വന്നു. പക്ഷേ സർക്കാർ വീണ്ടും കുടിശ്ശിക നൽകി തുടങ്ങി. ഇതാണ് വസ്തുത. ഇത് മറച്ചുവെച്ചാണ് കോൺഗ്രസ് മറിയക്കുട്ടിയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത്. അതിനുള്ള തിരിച്ചടി മറിയക്കുട്ടി തന്നെ ഇപ്പോൾ കോൺഗ്രസിന് നൽകിയെന്നതാണ് വസ്തുത. കോൺഗ്രസിന് കാലം കാത്തുവെച്ച കാവ്യനീതി. നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.